ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടപ്പം ഒരുപാട് കമൻസ് വന്നതായിരുന്നു. എന്താണ് വീണാമ്മേ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്, എങ്ങും കാണാത്തൊരു ആചാരമാണല്ലോ എന്ന്. ഞങ്ങളുടെ ഇലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇല്ലങ്ങളുടെ ഊര് എന്നാണ് നമ്മുടെ ഇലന്തൂരിനെ അറിയപ്പെടുന്നത്. ഇതെല്ലാം കോലംതുള്ളൽ എന്ന് പറയും. അതായത് പടയണി കോലങ്ങൾ, കടമനട്ട പടയണി, അതുപോലെ ഇലന്തൂർ പടയണി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ പത്തനംതിട്ടയുടെ അഭിമാനമാണ്. അതുപോലെ തന്നെ ചൂട്ടുകറ്റ പിടിക്കുന്നതിന് പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, അമ്മേനെ ചൂട്ടുകറ്റ വെളിച്ചത്തിലാണ് അമ്മേനെ ആനയിച്ച് കൊണ്ടുപോകുന്നത്. അതിന് ഒരുപാട് ഐതിഹ്യങ്ങൾ പലരും പല തരത്തിൽ പറയുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും അമ്മേനെ പഴയ ആചാരം പോലെ ചൂട്ടുകറ്റയിൽ ഇങ്ങനെ എഴുന്നള്ളിപ്പിക്കുന്നത് ഭയങ്കര ഐശ്വര്യമുള്ളതാണ്. അമ്മയ്ക്ക് സന്തോഷമുള്ളൊരു വസ്തുതയാണ്. ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള നാടായതുകൊണ്ട് തന്നെ ഞങ്ങളതൊക്കെ അതുപോലെ തന്നെ പരിപാലിച്ച് പോകുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ചേട്ടായും ഞാനും ഒന്നിച്ചിട്ട് ഇതിപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ഇലന്തൂർ കരപ്പടയണിക്ക് ഇതാണ് നമ്മുടെ പടയണി കോലങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ഇതൊക്കെ വ്രതാനുഷ്ഠാനത്തോടെ ചെയ്യുന്നതാണ്. നമ്മളും ഈ ചൂട്ടുകറ്റ പിടിക്കുന്നതിന് 3 ദിവസത്തെ വ്രതം എടുത്താണ് നമ്മളും ഇതിന് പോകുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം വേറൊരു കാര്യമുണ്ട് കേട്ടോ. എൻ്റെ ചേട്ടായിയുടെ കൂടെ പോകുന്നത് മാത്രമല്ല, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ നാട്ടുകാർ, എൻ്റെ വീട്ടുകാർ എല്ലാവരും ഒന്നിക്കുന്നൊരു ദിവസമാണ് കേട്ടോ ഈ ഉത്സവ ദിവസം. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളോട് തന്നെ റെസ്പെക്റ്റ് തോന്നിയപ്പോഴറിയാം, നമ്മുടെ വീട്ടുകാരും നമ്മുടെ നാട്ടുകാരും എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്നതാണല്ലോ അല്ലേ, നമ്മുടെ മക്കൾ ഉൾപ്പെടെ. അതിന് ഞാൻ ഒരുപാട് പ്രൗഡ് ചെയ്തൊരു മദറാണ്, ഒരു നല്ല മകളാണ്, എൻ്റെ ചേട്ടായിയുടെ നല്ലൊരു വൈഫാണ്. എനിക്ക് ഏറ്റവും സന്തോഷം വെച്ചാൽ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ അംഗീകരിക്കുകയും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ആ ദിവസം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിനെല്ലാം സാക്ഷിയായത് എൻ്റെ ചേട്ടായി എൻ്റെ ജീവിതത്തിൽ വന്നേ പിന്നെ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഒന്നിച്ചേ പോകാറുള്ളൂ. എൻ്റെ നാട്ടുകാർക്കെല്ലാം എൻ്റെ ചേട്ടായി എന്ന് വെച്ചാൽ അത്രയും ബഹുമാനമുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തില്ല, നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് മാത്രം. അതൊക്കെ ഞങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള അഹങ്കാരമാണ്. ഞങ്ങളുടെ അമ്പലം, ഞങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.